സർ നേരത്തെ നമ്മൾ ശോഭ അറ്റ്ലാന്റിസിന്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് നാളായിട്ടുണ്ട്. ഇപ്പോ ശോഭ അറ്റ്ലാന്റിസ് എത്രത്തോളം എത്തി നിൽക്കുന്നു, എന്താണ് അതിന്റെ വർക്ക് പ്രോഗ്രസ് നമ്മുടെ ഒക്കെ? വർക്ക് ഭയങ്കര ഫാസ്റ്റായിട്ട് പ്രോഗ്രസ് ആവുന്നുണ്ട്. ഇപ്പം 15th ഫ്ലോറിന് മുകളിലോട്ട് കൺസ്ട്രക്ഷൻ ഫുൾ സ്വിംഗിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിൻ്റെ ടിപ്പിക്കൽ ഫ്ലോർ സ്റ്റാർട്ട് ചെയ്യുന്നത് 5th തൊട്ടിട്ടാണ്. അപ്പോൾ 5th ഫ്ലോറിൽ നമ്മൾ യൂണിറ്റ്സ് കംപ്ലീറ്റ് ആക്കി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 4 BHK ഒരു ആക്ച്വൽ യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഒരു 3 BHK പ്ലസ് സ്റ്റഡിയും ചെയ്തിട്ടുണ്ട്. ആ ഫ്ലോർ എൻ്റെ ഒരു ഫ്ലോറായിട്ട് കംപ്ലീറ്റ് ചെയ്തു പോകാം. അപ്പം ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാണ് ഒരു തവണ അതുവഴി പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് കയറി കാണുക, അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കുന്ന നന്നായിരിക്കും. കാരണം വെച്ചാൽ അപ്പം നമ്മൾ ഈ നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വാളിറ്റി പാർട്ടും ഫിനിഷിൻ്റെ പാർട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഈ 4 BHK ഫ്ലാറ്റിൽ കം അപ്പ് വെൽ. കാരണം ശരിക്കും നല്ല രീതിയിൽ അത് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അതിൽ തന്നെ അതിൻ്റെ ലിവിങ് ഡൈനിങ് സ്പേസ് എന്ന് പറയുന്നത് തന്നെ ഏകദേശം 800 സ്ക്വയർ ഫീറ്റ് അടുത്ത് വരുന്നുണ്ട്. ഇറ്റ്സ് എ ലോങ് ഹോൾ. അപ്പം അതിൽ എവിടെ പോലും ഒരു അകത്തൂടെ ഒരു ബീമും ഒന്നും പോകാത്ത രീതിയിലാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. അത് ഈ മെയ്വാൻ കൺസ്ട്രക്ഷൻ്റെ ഒരു പെക്യുലറാണ്. ഇപ്പം ഒരു ദിവസം വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് മീഡിയ ഞങ്ങളുടെ സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യും. അന്ന് പറഞ്ഞ പോലെ അറ്റ്ലാന്റിസ് പ്രോജക്റ്റിന് ഏറ്റവും കൂടുതൽ അതിൻ്റെ ഒരു യൂണീക്ക് സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നിൽക്കുന്ന ലൊക്കേഷൻ തന്നെ. വളരെ കണക്ടിവിറ്റിയുള്ള വൈറ്റ്ല ഹബിനൊക്കെ അടുത്ത് ചേർന്നിട്ട് ബൈപ്പാസിനൊക്കെ വളരെ ചേർന്നിട്ടുള്ളൊരു പീസ്ഫുൾ ഇതിലാണ് നിൽക്കുക. കാരണം സിൽവർ സാൻഡ് ഐലൻഡിൻ്റെ അകത്താണ് ഈ പ്രൊജക്റ്റ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് റോഡിലെ ബഹളങ്ങളോ അല്ലെങ്കിൽ ഒരു പൊല്യൂഷൻ സൈഡോ ഒന്നും അങ്ങോട്ട് ഉണ്ടാവില്ല. എന്നാൽ ഈസിലി എല്ലാം അപ്രോച്ചബിളാണ്. ഇപ്പോൾ സ്കൂൾസ് ആണെങ്കിലും കോളേജസ് ആണെങ്കിലും ഹോസ്പിറ്റൽസ് എല്ലാം അതിൻ്റെ ഒരു 2 കിലോമീറ്റർ വെസിനിറ്റിയിൽ തന്നെയാണ് പ്രൈം. അതുകൊണ്ട് തന്നെ അതിനെ ഒരു പ്രൈം ലൊക്കേഷൻ ആക്കിയിരിക്കുന്നത്. ഇപ്പം നമ്മൾ അറ്റ്ലാന്റിസ് പ്രോജക്റ്റിലേക്ക് വരികയാണെങ്കിൽ തന്നെ ഞാൻ അന്നും പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ചാമെന്ന് പറഞ്ഞാൽ 70% ഓപ്പൺ സ്പേസ് വരുന്ന ഒരു പ്രോജക്റ്റാണ്. അപ്പം ഒരു 4.67 ഏക്കേഴ്സിൽ തന്നെ നമുക്കൊരു 1.2 ഏക്കേഴ്സിലെ സ്ട്രക്ചർ നിൽക്കുന്നുള്ളൂ. എഗെയിൻ നമ്മൾ ഈ പറഞ്ഞ വില്ല പ്രോജക്റ്റിലാണെങ്കിൽ പോലും നമുക്ക് ഇത്രയും ഒരു ഇൻഡിപെൻഡൻറ്റ് ഹൗസിലാണെങ്കിൽ ഇത്രയും ഒരു ഓപ്പൺ സ്പേസും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അപ്പോൾ അത് നമ്മളൊരു റിസോർട്ട് കൈൻഡ് ഓഫ് ലൈഫാണ് അവിടെ ഓഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ അറ്റ്ലാന്റിസ് എന്നുള്ള തീമെന്ന് ഇൻസ്പയർ ആയേക്കുന്നത്. ദുബായ് അറ്റ്ലാന്റിസ് ഹോട്ടലിൻ്റെ ഒരു റിസംബ്ലൻസ് പോലെയൊക്കെ നമ്മൾ അവിടെ കൊണ്ടുവരാൻ നോക്കിയിരിക്കുന്നു. അമ്യൂണിറ്റീസിലാണെങ്കിലും സ്ട്രക്ചറിലാണെങ്കിലും അങ്ങനെ ആ ഒരു റിസംബ്ലൻസ് കൊണ്ടുവരാൻ നമ്മൾ നോക്കുന്നത്. ഈ ഒരു കൈൻഡ് ഓഫ് ലൈഫാണ് നമ്മുടെ ഒരു റിസോർട്ട് കൈൻഡ് ഓഫ് ലൈഫാണ് അവിടെ ടാഗിൽ. ഇപ്പോൾ അമ്യൂണിറ്റീസ് വൈസ് ആണെങ്കിലും ഒരുപാട് ഓപ്പൺ സ്പേസും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു ദിവസം എനിക്ക് നിങ്ങൾ ആ വൈറ്റ്ല വഴി പോവുകയാണെങ്കിൽ നമ്മുടെ ഈ ആക്ച്വൽ യൂണിറ്റ് ഒന്ന് കയറി കാണാം. നല്ല പ്രോഗ്രസ്സിൽ പോകുന്നുണ്ട്, ഫുൾ സ്വിംഗിൽ പോകുന്നുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ 2026 ജൂണിനാണ് നമ്മുടെ റെയറ ഡേറ്റ്. ആ സമയത്ത് തന്നെ ഫസ്റ്റ് ഫേസിലെ 2 ടവേഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് ഫേസും അന്ന് വന്നതിനേക്കാൾ പ്രോഗ്രസ് ആയി. ഒരു ടവറിൻ്റെ പൈലിംഗ് ഓൾമോസ്റ്റ് ഫിനിഷായി. നെക്സ്റ്റ് ടവർ ഏകദേശം 90% പൈലിംഗ് കഴിഞ്ഞു. അപ്പോൾ ഈ എൻഡ് ഓഫ് ദിസ് ഇയർ നമുക്ക് ഡിസംബർ എൻഡോടുകൂടി അതിൻ്റെ പൈലിംഗ് വർക്ക്സ് കംപ്ലീറ്റ് ആവും. പ്രൈസിംഗ് ഇപ്പൊ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു? പ്രൈസിംഗ് നമ്മൾ അന്ന് പറഞ്ഞിരുന്ന വ്യത്യാസമൊന്നും ഇപ്പോൾ ആയിട്ടില്ല. നമുക്ക് 2.17 തൊട്ടിട്ടാണ് 3 BHK സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ് ടു ഒരു 4 CR വരെ വരുന്ന 4 BHKസും ഉണ്ട്. ഇപ്പം 4 BHK അറൗണ്ട് ഒരു 3.9ലാണ് 4 BHK സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 2 പ്രൊജക്റ്റുകളിലാണെങ്കിൽ നമ്മുടെ വർക്കിന്റെ പ്രോഗ്രസ് അനുസരിച്ചാണ് അതിന്റെ പേയ്മെന്റും വരുന്നത്. ഫസ്റ്റ് ഫേസിലാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു 60% എമൗണ്ടിന് ഡ്യൂ ആണ്. അതായത് ഒരു 3 CRന്റെ ഒരു യൂണിറ്റ് ആണെങ്കിൽ നമുക്കൊരു 1.8 ആണ് ഇപ്പോൾ അതിൻ്റെ ഒരു ഡ്യൂ എമൗണ്ട് വരുന്നത്. ബാക്കിയുള്ള 1.2 വർക്കിന്റെ പ്രോഗ്രസ് അനുസരിച്ചാണ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. കൺസ്ട്രക്ഷൻ ലിങ്ക്ഡ് ആണ് പേയ്മെന്റ് സ്കെഡ്യൂൾ. ഇപ്പോൾ ഫസ്റ്റ് ഫേസിലാണ് നമുക്കിപ്പോൾ 20% ഡ്യൂ ഉള്ളൂ. ഇപ്പോൾ ഇമ്മീഡിയറ്റ് റിക്വയർമെന്റ് അല്ലാത്തവർക്ക് അതും ഒരു നല്ല ഓപ്ഷനാണ്. ഇപ്പം ഒരു 60 lakhs ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ബാലൻസ് പേയ്മെന്റ് വർക്കിന്റെ പ്രോഗ്രസ് അനുസരിച്ചിട്ട് വരുള്ളൂ. 2026 അല്ല, ഫസ്റ്റ് ഫേസ് 2026, സെക്കൻഡ് ഫേസ് 2029 ആണ് റെയറ കംപ്ലീഷൻ ഡേറ്റ്. അതിനു മുമ്പ് എഹെഡ് നമ്മൾ ഫിനിഷ് ചെയ്യും.